ഖത്തറിലെ റാസ് ലഫാൻ LNG വാതക പ്ലാന്റിലുണ്ടായ വൻ സ്ഫോടനത്തിൽ 12 ഇന്ത്യക്കാർക്ക് ദാരുണാന്ത്യം. ഗുജറാത്തിലെ സൂറത്ത് സ്വദേശിയായ സണ്ണി പട്ടേലും മരിച്ചവരിൽ ഉൾപ്പെടുന്നു. അപകടത്തിൽപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിൽ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. സൂററ്റിലെ ഡ്യൂമാസ് മോട്ടോ മൊഹല്ല സ്വദേശിയായ സണ്ണി പട്ടേൽ 7 മാസം മുൻപാണ് മെക്കാനിക്കൽ ഫിറ്ററായി ഖത്തറിൽ എത്തിയത്. സ്ഫോടനം നടക്കുന്ന ദിവസം രാത്രി ഡ്യൂട്ടിക്ക് കയറുന്നതിന് തൊട്ടു മുൻപാണ് സണ്ണി ഭാര്യയുമായി അവസാനമായി ഫോണിൽ സംസാരിച്ചത്. അപകട വിവരം പുറത്തു വന്നതിന് പിന്നാലെ 48 മണിക്കൂറോളം കുടുംബം പ്രതീക്ഷയോടെ കാത്തിരുന്നെങ്കിലും ഖത്തറിൽ ജോലി ചെയ്യുന്ന സഹോദരൻ രവി മൃതദേഹം തിരിച്ചറിഞ്ഞതോടെ ആ പ്രതീക്ഷകൾ അസ്തമിക്കുകയായിരുന്നു. കുടുംബത്തിന്റെ പ്രധാന ആശ്രയമായിരുന്നു സണ്ണി. വർഷങ്ങൾക്ക് മുൻപ് പിതാവും മൂത്ത സഹോദരനും മരിച്ചതോടെ പ്രായമായ അമ്മയും ഭാര്യയും ഉൾപ്പെടുന്ന കുടുംബത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും സണ്ണിയുടെയും സഹോദരൻ രവിയുടെയും ചുമലിലാവുകയായിരുന്നു. തങ്ങളുടെ കുടുംബത്തിന് സുരക്ഷിതമായ ഒരു വീട് നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇരുവരും വിദേശത്തേക്ക് തൊഴിൽ തേടിപ്പോയത്. വ്യാഴാഴ്ചയോടെ മൃതദേഹം അഹമ്മദാബാദിൽ എത്തിക്കുമെന്നാണ് സൂചന. സണ്ണിയുടെ അപ്രതീക്ഷിത വിയോഗം ഗ്രാമത്തെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.